അപ്പൊ സുധി അന്നേരം ഇവളെ കാലിൽ വീണു പോലീസ് സ്റ്റേഷനിൽ വെച്ച്. കാലിൽ വീണിട്ട് പറഞ്ഞു, നീ രാത്രി അവന്റെ കൂടെ പൊക്കോ, പകല് നീ ഇങ്ങ് വാ, എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞു. പക്ഷെ കിച്ചു ഇത് കാണുന്നുണ്ടെങ്കിൽ കിച്ചുമോൻ ഒരു കാര്യം മനസ്സിലാക്കണം. കിച്ചുമോൻ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. കിച്ചുവിനോടും സുധിയോടും ഒരുപാട് സ്നേഹമുണ്ട് എന്ന് സോഷ്യൽ മീഡിയ വഴി നമുക്ക് കാണിച്ചു തന്ന താജു എന്ന് പറയുന്ന ഈ വ്യക്തിയും ഇദ്ദേഹത്തിൻ്റെയും സുധിയുടെയും ഒരു സുഹൃത്തും കൂടെ ഇരുന്നിട്ട് കിച്ചുവിൻ്റെ അമ്മയെ പറ്റി അവരാധിക്കുന്നത് കേൾക്കാനാണ് ഈ ചേട്ടൻ കിച്ചുവിനെ സ്വാഗതം ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട താജു ചേട്ടാ, ഇന്നലെ വരെ താൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരിച്ചിരി വില തന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇന്നലെ താൻ ആ ഇൻ്റർവ്യൂവിലിരുന്ന് തൻ്റെ കൂട്ടുകാരനെയും വിളിച്ച് രണ്ടുപേരും കൂടെയും ഇരുന്ന് സംസാരിക്കുന്നത് ജനങ്ങളെ കേൾപ്പിച്ചപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പൊന്ന് ചേട്ടാ, തൻ്റെ മുഖത്ത് നോക്കി തുപ്പാനാണ് തോന്നിയത്. എടോ, ഒന്നുമില്ലെങ്കിൽ ആ ചെറുക്കൻ്റെ അമ്മയല്ലേ എടോ, അവന് ജന്മം കൊടുത്ത ഒരാളല്ലേ, അവരെ പറ്റി എന്തും ആയിക്കോട്ടെ, അവരെന്തും ആയിക്കോട്ടെ, ആ ചെറുക്കൻ ഈ വീഡിയോ കാണത്തില്ലേടോ, തനിക്കൊക്കെ ഒരു ബോധമില്ലേ? ആ ചെറുക്കൻ്റെ അമ്മയെ പറ്റി ഇരുന്ന് പറയുന്നത് ഒരു നാണം തനിക്കില്ലേടോ? എടോ, ഈ വീഡിയോയുടെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പകുതിക്ക് വെച്ച് ഇദ്ദേഹം, ഈ താജു എന്ന് പറയുന്ന വ്യക്തി, നമ്മുടെ കിച്ചുവിനെ ചെറുപ്പത്തിൽ നോക്കിയ ഒരു സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ച ആ ഡയലോഗ് ഈ താജു ചേട്ടൻ പറയുന്നത്, കിച്ചുമോൻ ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്ന്. എൻ്റെ പൊന്ന് താജു ചേട്ടാ, നിങ്ങൾ ഈ കിച്ചു ഇത് അറിഞ്ഞിരിക്കണമെന്നും പറഞ്ഞ ആ പോർഷനൊക്കെ പറഞ്ഞാൽ ഓക്കെ, മനസ്സിലായി, കിച്ചു അത് അറിഞ്ഞിരിക്കണം. പക്ഷെ അവൻ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ തുടക്കത്തിലെ കാര്യങ്ങളൊക്കെ കാണത്തില്ലേ? അതിൻ്റെ തുടക്കത്തിൽ താനൊക്കെ എന്തുവാണോ പറഞ്ഞു വെച്ചേക്കുന്നത്? പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളെ ഞാനത് കേൾപ്പിച്ചു തരാം, നിങ്ങളതൊന്ന് കേൾക്കണം. എന്നിട്ട് നിങ്ങൾ ഈ താജുവിനെ എടുത്തിനും തലേ വെച്ച് അങ്ങോട്ട് ഡാൻസ് കളിക്കും. ഇയാൾ പറയുന്നതിനകത്തൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണൊക്കെ എന്തൊക്കെയോ ഇച്ചിരി കഴമ്പുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആ വില മൊത്തം ഇയാൾക്ക് കൊടുത്തിരുന്ന ആ വില മൊത്തം ഇയാൾ തന്നെ കളഞ്ഞു ഒരു ഇൻ്റർവ്യൂവിൽ. ഇതിപ്പം രേണുവും ഇയാളുമായിട്ട് എന്താ വ്യത്യാസമുള്ളത്? ആ സ്ത്രീ പല ഇൻ്റർവ്യൂവിലും കയറിയിരുന്ന് പലതും വിളിച്ചു പറയുന്നു. ഇയാളെന്താ ഒരു ഇൻ്റർവ്യൂ, അവസാനം വന്ന ഇൻ്റർവ്യൂവിൽ കയറിയിരുന്ന് പറയുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പോവാ ഇയാൾ പറയുന്നതൊക്കെ കേട്ടിട്ട്. എടോ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്നതൊക്കെ ചിലപ്പം സത്യമായിരിക്കാം, എങ്കിൽ പോലും പരസ്യമായിട്ട് എടോ ആ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ ആ ചെറുക്കം കേൾക്കത്തില്ലേ? എടോ തനിക്കൊക്കെ അതൊന്നും ഓർത്തൂടെടോ? എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ വന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് പോകാം. താജു ചേട്ടൻ്റെ കൂട്ടുകാരനെ വിളിച്ച് രണ്ടുപേരും കൂടെ ആ ഇൻ്റർവ്യൂവിൽ, അതായത് മറ്റേ പുള്ളി ഫോണിൽ ഇദ്ദേഹത്തോട് സംസാരിക്കുക, നമ്മളെ കേൾപ്പിച്ച് തരുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ ഇതിനകത്ത് ആ ഒരു ഇൻ്റർവ്യൂവിലെ പ്രധാനപ്പെട്ട കുറച്ച് പോർഷൻസേ കേൾപ്പിക്കുന്നുള്ളൂ. പിന്നെ താജു അതിനകത്ത് വളരെ നല്ലൊരു കാര്യം ചെയ്തു. അതായത് ആ കൂട്ടുകാരനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യത്തിനകത്തൊന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ വീണ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ കൺഫേംഡ് ആണ്, സുധിയുടെ വൈഫാണ്. അവരിനിയും തെളിവൊന്നും കാണിക്കേണ്ട കാര്യമില്ല. വീണ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് ഞാനാണ് ചോദിച്ചുകൊണ്ടിരുന്നത് എന്തെങ്കിലും ഒരു തെളിവ്. ആ കല്യാണത്തിന് കൂടെ ഉണ്ടായിരുന്ന വ്യക്തി വന്നു പറഞ്ഞു, തീർന്നു, പരിപാടി കഴിഞ്ഞു. അവരുടെ ഒരു സൈഡ് നിങ്ങൾ ക്ലിയർ ആക്കി കൊടുത്തു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ എടോ മരിച്ചു പോയ ആ സുധി, നിങ്ങൾക്ക് ആ എല്ലാം പോട്ടെ, കിച്ചുവിനോട് സ്നേഹം വിട്, നിങ്ങളുടെ കൂട്ടുകാരനല്ലേ, ആ കൂട്ടുകാരനോട് ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ വന്നിരുന്ന് ഈ വർത്താനം പറയുവോടൂ അയാളുടെ ആദ്യത്തെ ഭാര്യയെ പറ്റി. അതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ പറഞ്ഞത് വരെ നിങ്ങൾ കേട്ടിട്ട് തന്നെ തൊലിയുരിഞ്ഞു പോയിടൂ. നിങ്ങൾ എന്തായാലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇതൊന്ന് കേക്ക്, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. ഈ പിന്നെ സുധി അളിയന്റെ മാഗ്നറ്റ് വരുമ്പോ സുധി കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ആദ്യം കല്യാണം കഴിക്കുന്ന ആരെയാ? ആദ്യം കല്യാണം കഴിക്കുന്നത് ശാലിനിയെ. ഈ കല്യാണം നടത്തി കൊടുത്ത അളിയനല്ലയോ? ഞാനാണ്. ഈ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ രാത്രി രാമായണം എന്റെ വീട്ടിലാണ് കൊണ്ടുവരുന്നത്. കറക്റ്റ്. എന്റെ വീട്ടിൽ കൊണ്ടു നിർത്തി പിറ്റേന്ന് ഞാൻ എന്നാ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ വീട് അന്നും എന്താ പറയാ, ഒരു ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ആ പെൺകൊച്ചിന്റെ ഭാഗത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ പൈസക്ക് തന്നെ ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തു. ഇല്ലെങ്കിൽ എന്റെ കുടുംബം തകരുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പെട്ടെന്ന് എന്റെ പൈസക്ക് തന്നെ മലയ്ക്ക് ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്ത് ഇവരെ അങ്ങോട്ട് മാറ്റി. ഈ ശാലിനിയുടെ വീട് ചാലക്കുടിയല്ലേ? തൃശ്ശൂരോ ചാലക്കുടി അങ്ങോട്ടാണ്. പക്ഷെ അവളൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു ശാലിനി അല്ലേ? ഇവരെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ കൊല്ലത്ത് ഒരു മിമിക്രി ട്രൂപ്പിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നതാ. ആ സമയത്ത് ഈ ഡയറക്ട് ചെയ്യാനാണ് സുധി പോകുന്നത്. അവിടെ വെച്ച് സുധിയെ സനലും കൂടെയാണ് ഡയറക്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ വെച്ച് ഇവര് തമ്മിൽ പ്രണയത്തിലാവുകയും ഇത് വന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എന്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്റെ അന്നത്തെ വീട് ബാക്ക് ഓടും, ഒരു ഫ്രണ്ട് ആൾ മാത്രം ടെറസും. ഈ ഇടയ്ക്ക് ഞാനിപ്പോ ശ്രീകാന്തിന്റെ മോന്റെ കല്യാണത്തിന് വന്നപ്പോ ആ വീടല്ലല്ലോ, അതിന്
അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്, അത് ഇപ്പൊ വന്നത് വലിയ വീട്ടില്, അതിന്റെ ഫ്രണ്ടിൽ ഒരു 2 വീട് ഇരിക്കുന്നില്ല, അത് പഴയ കുടുംബമാണ്. വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്തു. അങ്ങനെ ഞാൻ പുള്ളിക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുത്തു. വാടകയ്ക്ക് എടുത്ത് കൊടുത്ത് ഇവർക്ക് ആദ്യം ഇച്ചിരി ഹോട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവള് പ്രഗ്നന്റ് ആയി കഴിഞ്ഞതോടുകൂടി ഇവർക്ക് ഡാൻസിന് പോകാൻ പറ്റാതെ, അങ്ങനെ ഇവര് പ്രസവിച്ച 6 മാസം കഴിഞ്ഞപ്പോ ഇവൾ എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരുന്നാൽ ശരിയാവൂല, എനിക്ക് ഏതെങ്കിലും ഒരു ഡാൻസ് ഗ്രൂപ്പിലോ ഏതെങ്കിലും ഗ്രൂപ്പിലോ എന്നെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം, ചേട്ടന് പരിചയം ഉണ്ടോ ഏതെങ്കിലും സമിതി പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നാ ചെയ്തു, നമ്മൾ അന്നത്തെ ഒരു പ്രശസ്ത സിനിമാ നടിയുടെ ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട്, നടിയുടെ പേര് പറയണ്ട, ഞാൻ പറയുന്നില്ല, ആൾക്കാര് മൊത്തം ഏത് നടിയാണ്, ആ നടിയുടെ ഗ്രൂപ്പിൽ കൊണ്ടുവന്നാക്കുന്നു. ആ നടിയുടെ പേര് പറയാതിരിക്കാനുള്ള ഒരു വിവേകം കാണിച്ചല്ലോ, വലിയ കാര്യം. അതുപോലെ തന്നെ ആ മരിച്ചുപോയ സ്ത്രീയെ പറ്റി നിങ്ങൾ ഒന്നും കേട്ടിട്ടില്ല, തുടങ്ങിയിട്ടില്ല ഇവന്മാര് പറയുന്നത്, ബാക്കിയിലാണ് കിടക്കുന്ന മൊത്തം. എടോ ആ നടിയുടെ പേര് ഞാൻ വീണ്ടും അതാ ചോദിക്കുന്നത്, അതിനുള്ളൊരു വിവേകം കാണിച്ച നിങ്ങൾക്ക് ആ ചെറുക്കൻ ഇത് ഇന്റർവ്യൂ കാണുമ്പോൾ അവന്റെ അമ്മയെ പറ്റി നീയൊക്കെ പറയുന്നത് ബാക്കി കേക്ക്. സത്യം പറഞ്ഞ ആ നടിയുടെ മോനും ഇവരും തമ്മിൽ പ്രണയത്തിലാവുകയാണ് ചെയ്തത്. അമ്പട സണ്ണിക്കുട്ട, ഇവര് ആ പയ്യനും ഇവരും തമ്മിൽ അങ്ങ് പ്രണയത്തിലായി. പയ്യന്റെ പേരും പറയണ്ട, പോട്ടെ. ഇല്ല, അത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഡാൻസ് ഗ്രൂപ്പുകാർക്കും മിമിക്രിക്കാർക്കും എല്ലാം അറിയാം. എനിക്കറിയാം, ഞാൻ പറയാം, നമുക്ക് പറയണ്ട. അപ്പൊ ഇവര് തമ്മിൽ അങ്ങ് പ്രണയമാവുകയും അങ്ങനെ ഞാനും സുധിയും കൂടെ ചേർന്ന് മലയങ്കിരി സ്റ്റേഷനിൽ ഇവർക്കെതിരെ കേസ് കൊടുക്കും. ആ തീയതി ഓർമ്മയുണ്ടോ? ഒരു വിവരാവകാശം ചോദിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റുമോ? തീയതി ഒന്നും ഓർമ്മ, വർഷങ്ങളായില്ല. മലയങ്കിരി സ്റ്റേഷൻ, മലയങ്കിരി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. അങ്ങനെ ഞാൻ കേസ് കൊടുക്കുന്നല്ലയോ? സുധിയെ കൊണ്ട് കൊടുപ്പിച്ചു. ഇപ്പൊ ശാലിനി ഈ പയ്യന്റെ കൂടെ പോയോ? ഈ പയ്യന്റെ കൂടെ പോയി. അങ്ങനെ സ്റ്റേഷനിൽ വന്നു. ഇവര് തമ്മിൽ സംസാരമായപ്പോഴത്തേക്ക് SI ചോദിച്ചു, നിനക്ക് ആരോടെ പോകാനാണ് താല്പര്യം എന്ന് വെച്ചാൽ പറഞ്ഞു, ഈ പയ്യന്റെ കൂടെ തന്നെ പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പൊ SI ചോദിച്ചപ്പോ ഈ പൊടി കുഞ്ഞിന്റെ കാര്യമോ? അത് എനിക്കറിയത്തില്ല, എനിക്ക് സുധിയുടെ കൂടെയും കുഞ്ഞിന്റെ കൂടെ പോകാൻ താല്പര്യമില്ല, എനിക്ക് ഇയാളെ മതി, ഇയാളൂടെ പോകും. നമ്മുടെ കിച്ചുവിനെ കൊണ്ടുപോകാൻ താല്പര്യം, കിച്ചുവിനെ വേണ്ട. അങ്ങനെ അപ്പൊ സുധി അന്നേരം ഇവളെ കാലിൽ വീണു പോലീസ് സ്റ്റേഷനിൽ വെച്ച്. കാലിൽ വീണിട്ട് പറഞ്ഞു, നീ രാത്രി അവന്റെ കൂടെ പൊക്കോ, പകല് നീങ്ങുക വാ, എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് നീങ്ങുക എന്ന് പറഞ്ഞു. പക്ഷെ അതുപോലും നീ രാത്രി അവന്റെ കാമുകന്റെ കൂടെ പൊക്കോ, നീ അവന്റെ കൂടെ ജീവിച്ചോ, എന്റെ കൂടെ ജീവിക്കേണ്ട, അവന്റെ കൂടെ ജീവിച്ചോ, പക്ഷെ കുഞ്ഞിന്റെ അമ്മയായിട്ട് നീ നമ്മളെ കൂടെ വാ എന്ന് പറഞ്ഞപ്പോ SI സുധിയെ ചീത്ത വിളിച്ചു. ഇത്രയും തറയായ ഒരു പെണ്ണിനെ നിനക്ക് വേണമെന്നാണ് ചോദിച്ചത് അന്നത്തെ SI. ആ SI അങ്ങനെ ചോദിച്ചു കാണും. നിങ്ങൾ പറഞ്ഞതും ഒക്കെ ശരിയായിരിക്കും. താജു ചേട്ടാ, നിങ്ങൾക്ക് ഒന്നുകൂടെ അത് കേൾക്കണമല്ലേ, കേട്ടങ്ങോട്ട് സൂയിക്കണമല്ലേ? എടോ ആ ചെറുക്കൻ ഇത് കാണത്തില്ലടോ, ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി. ഇതിന് ശേഷവും ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് ശേഷം എന്താണ് ആ സ്ത്രീ, കിച്ചുവിൻ്റെ അമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ സുധിയുടെയും അവരുടെ ആ ഒരു വീട്ടിലേക്ക് വരുന്നു. അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് പോകാൻ നേരത്തേക്ക് സുധിച്ചേട്ടൻ അവരെ രണ്ടുപേരെയും തീർക്കാനായിട്ടിട്ട് ഓടിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും വേണ്ട. ഇപ്പൊ ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. സുധി കാല് പിടിച്ചത് പോട്ടെ, സുധി പറഞ്ഞു എന്ന് ആ ഒരു സ്ത്രീയോട്, നീ രാത്രി അവൻ്റെ കൂടെ പൊക്കോ, പകല് നീ എൻ്റെ മോനെ നോക്കി, നമ്മുടെ മോനെ നോക്കി വീട്ടിൽ നിൽക്ക് എന്നുള്ള കാര്യമൊക്കെ സുധി പറഞ്ഞു എന്ന്. എടോ താനൊക്കെ ഇത് വന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ, ആ ചെറുക്കൻ കേൾക്കുന്നില്ല. ഇത് എന്തൊക്കെയാണെങ്കിലും അവനോട് അങ്ങനെ അറ്റത്തെ ദ്രോഹമായിരിക്കും ആ സ്ത്രീ ചെയ്തത്, അല്ലാതൊന്നും ഞാൻ പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. പക്ഷെ അത് വീണ്ടും താനൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഈ വിളമ്പുമ്പോൾ ഉണ്ടല്ലോ, ആ ചെറുക്കനിത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അവൻ്റെ മനസ്സ്, എടോ തനിക്കൊക്കെ ഈ ഒരു അവസ്ഥ, അവൻ്റെ സ്ഥാനത്ത് താനോ, ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. അവൻ്റെ സ്ഥാനത്ത് നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളോട് അങ്ങനെ, നമ്മുടെ ഒരു അമ്മ അങ്ങനെ ചെയ്തിട്ട് പോയി. പക്ഷെ അത് വീണ്ടും വേറെ ഓരോരുത്തന്മാർ വന്നിരുന്ന് ഈ ചാനൽ വഴി ലോകമെമ്പാടും ഇത് പറഞ്ഞ് അറിയിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അവൻ്റെ സിറ്റുവേഷൻ, താനൊക്കെ അതൊന്ന് ചിന്തിച്ചോടോ. താജു തന്നോടാ, താനല്ലേ അവനോട് മറ്റേ സ്നേഹം മറ്റേ അങ്ങ് വടിവഴിഞ്ഞ് ഒഴുകി നിൽക്കുന്നത്. തനിക്ക് അത്ര സ്നേഹം ഉണ്ടെങ്കിൽ താൻ അങ്ങനെ ഈ ഒരു കാര്യം ചെയ്യുമായിരുന്നു. അവൻ്റെ സ്ഥാനത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എടോ നാളെ അവൻ്റെ കൂട്ടുകാരൊക്കെ ഇത് കേൾക്കുമ്പോൾ, ഈ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ അവനെ ഏത് കണ്ണിലായിരിക്കുമോ കാണുന്നത്? താനൊക്കെ അത് ചിന്തിച്ചോടോ. ഇപ്പോഴും തനിക്കൊക്കെ ന്യായീകരിക്കാൻ കുറെ കാണും. പോലീസുകാരൻ പറഞ്ഞു ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ അത്രയ്ക്കും മോശമായിരിക്കാം, നമുക്കറിയത്തില്ല. അവർ പിന്നെ ആത്മഹത്യ ചെയ്തതൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. അതെന്തിനാണെന്ന് പോലും നമുക്കറിയത്തില്ല, അവർക്കേ അറിയുള്ളൂ അവരെന്ത് കാരണത്താലാണ് അവർ പുതിയൊരു ജീവിതത്തിൽ പോയി. എടോ താൻ ആ നടിയുടെ ഏതോ ഒരു നടിയും ആ നടിയുടെ മോൻ്റെ കൂടെയാണ് പോയത്. രണ്ടുപേരുടെയും പേര് പറഞ്ഞില്ലല്ലോ. പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ട് കേസ് കൊടുത്താൽ ചേട്ടന്മാർ രണ്ടും പെടും, അത് അറിയായിരിക്കും അല്ലേ? പക്ഷെ ഈ ചത്തുപോയ കുഴി പോയ സ്ത്രീക്ക് വേണ്ടി അവരെ പറ്റി എന്ത് വേണമെങ്കിലും അങ്ങ് പറയാം, കുഴപ്പമില്ല, ആരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞുകൊണ്ട് വരത്തില്ലല്ലോ. അത് തലയിലുള്ളതുകൊണ്ടായിരിക്കും വന്നിരുന്ന് ഈ അപരാധിച്ചത്. ചേട്ടന്മാരെ, നിങ്ങൾ പറഞ്ഞത് വീണ്ടും ഞാൻ പറയുന്നു, ഉള്ളതായിരിക്കാം.
പക്ഷേ ഒരു ഇത്തിരി മനുഷ്യപ്പറ്റ ആ ചെറുക്കനോട് കാണിക്കായിരുന്നു. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. താനൊക്കെ വന്ന് ഈ അപരാധിച്ചപ്പം അവൻ്റെ സിറ്റുവേഷൻ, അവൻ എങ്ങനെ നാളെ പുറത്ത് ആൾക്കാരെ ഫേസ് ചെയ്യോളൂ? അവൻ്റെ അമ്മ ഇങ്ങനെ ആയിരുന്നു എന്ന് താനൊക്കെ വന്നിരുന്ന് ഈ വിളിച്ചു കൂവിയപ്പം നാളെ അവനിത് കാണുമ്പം കഷ്ടം. ഞാനിതിപ്പോൾ എൻ്റെ ഈ അഭിപ്രായം പറയുമ്പോൾ ചില ആൾക്കാർക്ക് മറ്റേ കമ്പും കോലും കൊണ്ട് ഇറങ്ങും എൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ. തെറി വിളിച്ച തെറിയുടെ അഭിഷേകമായിരിക്കും കമൻറ്റ് ബോക്സിൽ, എനിക്കറിയാം. പക്ഷെ അങ്ങനെ അഭിഷേകം ചെയ്യാൻ വരുന്നവരൊന്ന് ആലോചിക്കുക. ആ പയ്യൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ഇത് കേട്ട് കഴിയുമ്പം നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ കൂളായിട്ട് ഓക്കെ എന്നോട് അവരങ്ങനെയൊക്കെ ചെയ്തേ, അവരെ പറ്റി ഇങ്ങനെ ലോകം അറിയട്ടെ എന്ന് ചിന്തിക്കുവോ? എനിക്ക് അത്രേ ചോദിക്കാനുള്ളൂ, കൂടുതലൊന്നുമില്ല എനിക്ക് പറയാൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇവന്മാർ പറഞ്ഞെങ്കിലും ഇതിന് ശേഷം ഈ വിളിക്കുന്ന, എനിക്കും സതീഷോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ആ വിളിച്ച് സംസാരിക്കുന്ന കൂട്ടുകാരൻ്റെ പേര്, അയാൾ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെയൊക്കെ ഒന്ന് കേൾക്കാം. വളരെ കുറച്ച് കാര്യം കൂടെ ഞാൻ ഈ കേൾപ്പിക്കുന്നുള്ളൂ. അതിലെ മെയിൻ 1-2 ഈ ഒരു ഇന്റർവ്യൂവിലുള്ള മെയിൻ 1-2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ തോന്നിയാണ് ഇനി ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ കേൾപ്പിക്കാൻ പോകുന്നത് നമ്മുടെ സുധിച്ചേട്ടൻ്റെ ആ ഒരു മരണത്തിന് ശേഷം കൊല്ലത്തേക്ക് പുള്ളിയുടെ ഭൗതിക ശരീരം കൊല്ലത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ നമ്മുടെ ഇടയ്ക്ക് വന്നല്ലോ ഇപ്പോൾ പുതുതായിട്ട് വീണ എന്ന് പറയുന്ന സുധിച്ചേട്ടൻ്റെ 2ാമത്തെ ഭാര്യ, ആ ഒരു സ്ത്രീ കാണാൻ വരുന്നതിനെ പറ്റി അല്ലെങ്കിൽ അവരവിടെ വന്നതിനെ പറ്റിയിട്ടൊക്കെ ഈ ചേട്ടന്മാർ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കുക. എല്ലാം ഉണ്ട്. അപ്പൊ എന്നെ ശിവ വിളിക്കുന്നു, ചേട്ടാ എനിക്ക് ചേട്ടനെ കാണണം, കൂടി കാണണം, ഞാൻ വന്ന പ്രശ്നം. ഞാൻ എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല, നീ നിനക്ക് നിലപ്പെടെ എന്റെ പെണ്ണ് കാണുന്നില്ലേ, അതുപോലെ നീ വന്ന് കാണും. അത് അവരെ കാരണം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി ഡിവോഴ്സ് ആയതല്ലേ. രംഗത്ത് വന്നിരിക്കുന്ന വീണ എന്നെ വിളിച്ച് ചോദിക്കുന്നു. ഞാൻ പറയും ധൈര്യമാണ്, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, നീ വന്ന് കാണും, കണ്ടിട്ട് പോകും. നീ എന്തായാലും ഒന്നുമില്ലല്ലോ, അവന്റെ കൂടെ കുറെ നാൾ ജീവിച്ചല്ലേ. അങ്ങനെ വന്നു, ഈ പുള്ളിക്കാരത്തി വന്നു. പക്ഷെ വീട്ടുകാർ എല്ലാവർക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വന്ന് കുറെ നേരം അവിടെ ഉണ്ടായിരുന്നു, കുറെ നേരം ഇരുന്ന് കരയുന്നതൊക്കെ കണ്ടു. പിന്നെ ഇവിടെ ഇപ്പൊ പോയെന്ന് ഞാൻ കണ്ടില്ല. അല്ല, അവർ അമ്മ സുധീയുടെ അമ്മ വീണയോട് പറഞ്ഞ ഒരു ഇന്റർവ്യൂ കണ്ടതാ. വീണയോട് പറഞ്ഞ നിനക്ക് സമാധാനമായില്ലോടി എന്ന് ചോദിച്ചത്. അതൊന്നും ഞാൻ കണ്ടില്ല. നിനക്ക് സമാധാനമായില്ലെന്ന് ചോദിച്ചാൽ നിന്റെ കൂടെ പിന്നെ സുധി ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ലെന്നായിരിക്കും അവർ ഉദ്ദേശിച്ച് പറഞ്ഞു. അതുമല്ല, സുധീയുടെ ഒരു അനിയൻ മുമ്പ് മരണപ്പെട്ടതല്ലേ. സുധിയുടെ അനിയൻ മരണപ്പെട്ടതൊക്കെ താജു ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അതായത് എവിടെയോ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടു, സുധിയുടെ അമ്മ പറഞ്ഞെന്ന് നമ്മുടെ വീണ എന്ന് പറയുന്ന ശിഖയോട്, അല്ലെങ്കിൽ ശിഖ എന്ന് പറയുന്ന വീണയോട് പറഞ്ഞു എന്ന്, നീ കൊള്ളാലോടി, നീ പോയത് കൊണ്ടല്ലേ, ഇല്ലെങ്കിൽ സുധി ഉണ്ടാവുമല്ലോ എന്ന്. അപ്പൊ അത് പറഞ്ഞതിനെ ഇപ്പൊ താജു ചേട്ടൻ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ കേട്ടല്ലോ. വളരെ നല്ല കാര്യമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ചിലപ്പം അവരുണ്ടായിരുന്നെങ്കിൽ സുധിക്ക് ഇങ്ങനെ പറ്റത്തില്ലായിരിക്കും എന്ന് വെച്ചിട്ടായിരിക്കും അമ്മ പറഞ്ഞതെന്ന്. അതെന്താ, ഇവരുടെ ലൈഫിൽ, സുധിയുടെ ലൈഫിൽ ശിഖയോ അല്ലെങ്കിൽ വീണയായിരുന്നെങ്കിൽ എന്താ, സുധി കാർ ആക്സിഡന്റിന് പകരം മറ്റേ അന്ന് കാറിൽ പോകുന്നതിന് പകരം വല്ല ഹെലികോപ്റ്ററിലായിരുന്നു അന്ന് പോകുന്ന പരിപാടിക്ക്. ചേട്ടാ, കാർ ആക്സിഡന്റ് അല്ലേ പുള്ളി മരിച്ചത്, അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ, ആത്മഹത്യ ഒന്നും അല്ലല്ലോ. പിന്നെ താൻ അതിനെ അങ്ങനെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് വിടണ്ട, മനസ്സിലായില്ലേ? ആ അമ്മ എന്തർത്ഥത്തിലാണ് പറഞ്ഞത് നമുക്ക് ആർക്കും അറിയത്തില്ല. പിന്നെ ഈ ഒരു അർത്ഥത്തിലാണ് ആരെങ്കിലും അങ്ങനെ പറയുമോ? എനിക്കറിയാൻ പാടില്ല. അറിയാത്ത കാര്യത്തെപ്പറ്റി ഞാൻ അധികം അങ്ങോട്ട് കുത്തിക്കിഴിഞ്ഞ് പറയുന്നില്ല, അത് തെറ്റാണ്. പക്ഷേ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ നിങ്ങളിരുന്ന് കാണിച്ച കിണ, അത് ചെറിയ കിണയൊന്നും അല്ല കേട്ടോ ചേട്ടാ. ഒരു കാരണവശാലും താനൊക്കെ ഈ പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇത്തിരി സ്നേഹം, മനുഷ്യത്വമുള്ള ഒരാളും നിങ്ങളെ ഈ ഒരു കേസിൽ സപ്പോർട്ട് ചെയ്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ അഴുക്ക വർത്താനത്തിന് മരിച്ചു പോയില്ലേടോ, എന്തിനാടോ ചത്തുപോയ മറ്റേ ശവത്തെ കുത്തിക്കീറാൻ നിൽക്കുന്നത് താനൊക്കെ? അങ്ങനൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഏതെങ്കിലും ഒരു റിയാക്ഷൻ ബ്ലോഗർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. താനൊക്കെ അതിനെക്കാട്ടിലും അങ്ങ് പോയി. ബാക്കി കുറച്ചും കൂടെ ഒന്ന് കേട്ടോ. ഇപ്പോ വീണ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവുമല്ലോ. വീണ പറയുന്ന കാര്യങ്ങളൊക്കെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണോ? തീർച്ചയായിട്ടും ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് സത്യസന്ധമായ കാര്യമാണ്. കഴിഞ്ഞു. എനിക്ക് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, എൻ്റെ സംശയം തീർന്നു. ഞാൻ അതൊരു സംശയമായിട്ട് തന്നെയായിരുന്നു ചോദിച്ചത്. കാരണം തെളിവില്ല. ഇവർ വന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു സൈഡിൽ ഇപ്പം രേണുസുതി അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന സ്ത്രീ ആ വീടിനെതിരെ കുറേ കാര്യങ്ങൾ, ആ വീട് വെച്ച് കൊടുത്ത് ഇങ്ങനെയാണ് പ്രശ്നം, അങ്ങനെയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ ചാനലിലൂടെ തന്നെ അവിടുത്തെ പൊട്ടും പൊടിയും പരിപാടികളും ഒക്കെ കൊണ്ട് കാണിച്ചപ്പോൾ നമ്മുടെ ഫിറോസ് പുള്ളി തന്നെ വന്ന് പറഞ്ഞു, എൻ്റെ ഭാഗത്തും തെറ്റ് പറ്റിപ്പെട്ടിട്ടുണ്ട്, മറ്റെന്താ ജിപ്സം വെച്ചത് എൻ്റെ തെറ്റാണെന്നൊക്കെ പുള്ളി വന്ന് പറഞ്ഞു ഇവർ കാണിച്ചപ്പോൾ. അതുപോലെ എന്തെങ്കിലും ഒരു തെളിവ്, അതേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒന്നിൻ്റെ ആവശ്യമില്ല, ഒരു സർട്ടിഫിക്കറ്റിൻ്റെയോ കല്യാണ ഫോട്ടോയോ ഒന്നും ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. അവരുടെ കല്യാണത്തിന് സാക്ഷി അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ പറഞ്ഞു അവർ കല്യാണം കഴിച്ചിട്ടുണ്ട്, പരിപാടി അവിടെ കഴിഞ്ഞു.
മനസ്സിലായില്ലേ? അവിടെ തീർന്നു. ഇനി അവരുടെ കാര്യത്തിലോട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. പക്ഷേ ഇന്നത്തെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ താജു കാണിച്ച തെമ്മാടിത്തരം അത് പറയാതിരിക്കാൻ വയ്യ. താജു ചേട്ടാ, നിങ്ങൾ ഈ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾ ആ കാണിച്ചതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. അത് പറയുന്നതിന് ഞാൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് തോന്നുന്നില്ല ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും നിങ്ങളെ ഈ ഒരു കേസിൽ സപ്പോർട്ട് ചെയ്യുമെന്ന്. കാരണം നിങ്ങൾ തന്നെയല്ലേ ആ ചെറുക്കനോട് ഭയങ്കര സ്നേഹവും അതും ഇതുമൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന നിങ്ങൾ തന്നെ അവനെ വിഷമിപ്പിക്കുന്ന, അവൻ്റെ മനസ്സിനെ അത്രയ്ക്കധികം ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നിങ്ങൾ ഈ കാണിച്ചു വെച്ചേക്കുന്നത്. അവൻ്റെ മനസ്സിലും ചിലപ്പോൾ അവൻ്റെ അമ്മയോട് ദേഷ്യമായിരിക്കും ചേട്ടാ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ അവനെ ഇട്ട് വേറൊരാളൂടെ പോയ ഒരാളോട് ദേഷ്യം കാണും. അവനെ മര്യാദയ്ക്ക് ചിലപ്പോൾ നോക്കി പോലും കാണത്തില്ല, അവന് ദേഷ്യം കാണും. പക്ഷെ എന്താണെങ്കിലും അവർ പോയി. അവരെ പറ്റി ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാം. എന്ത് രേണുവിനെ പറ്റി സംസാരിക്കാം. ഈ വീണയുടെ കേസ് ആ ഒരു ചേട്ടൻ പറഞ്ഞത് എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷെ മരിച്ച് മണ്ണിനടിയിൽ പോയി ദ്രവിച്ചു പോയ ആ സ്ത്രീയെ പറ്റി നീയൊക്കെ വന്നിരുന്ന് ഈ അപരാധിക്കുന്ന അപരാധം ഉണ്ടല്ലോ, പുന്നാര മക്കളെ, നിന്റെയൊക്കെ ജീവിതത്തിൽ ഇത് സംഭവിക്കുമ്പോഴേ നീയൊക്കെ പഠിക്കത്തുള്ളൂ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂഡ്.